ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ. അവൻ ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയിൽ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുക ആയിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്നൽപ്പം നീക്കണം എന്നു അവനോട് അപേക്ഷിച്ചു. അങ്ങനെ 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൻ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം വചനം കേൾക്കാൻ അവനെ തിക്കിത്തിരക്കുകയാണ്. എന്തിനാണ് തിക്കിത്തിരക്കുന്നത്? യേശുവിനെ എന്തിനാണ് തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവൻ അനേകരെ സൗഖ്യമാക്കുകയാൽ ബാധകൾ ഉള്ളവർ ഒക്കെയും അവനെ തൊടേണ്ടതിന് തിക്കിത്തിരക്കി വന്നു. തിക്കിത്തിരക്കുന്നു. മനസ്സിലായോ? ഇവർ എന്തുകൊണ്ടാണ് തിക്കിത്തിരക്കുന്നതെന്ന് ചോദിച്ചാൽ, അവൻ്റെ വചനം കേൾക്കുവാനല്ല, അവനെ തൊട്ടിട്ട് സൗഖ്യം നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച് തിക്കിത്തിരക്കുകയാണ്. ദയവിച്ചത് മനസ്സിലാക്കുക. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യർക്ക് ശാരീരികമായുള്ള സൗഖ്യങ്ങൾ കൊടുക്കേണ്ടതിന് വേണ്ടിയല്ല. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നശിച്ചു പോകുന്ന മനുഷ്യനെ രക്ഷിക്കേണ്ടതിനു വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. യേശു എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? രക്ഷകൻ. അവൻ രക്ഷകനാകൊണ്ട് രക്ഷിക്കുവാനായി വന്നതുകൊണ്ട് യേശു എന്ന പേർ അവനെ വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു. ജനത്തിനെന്താണ് വേണ്ടത്? ശാരീരികമായ സൗഖ്യങ്ങൾ വേണം. യേശു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ കാരണം ശാരീരികമായ സൗഖ്യങ്ങൾ നൽകേണ്ടതിന് വേണ്ടിയല്ല. ശരീരം മണ്ണിൽ നിന്ന് വന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ പോകും. ജനനം കൊണ്ട് നിന്റെ ജീവിതയാത്ര ആരംഭിക്കുന്നു, അത് മരണം കൊണ്ട് അവസാനിക്കുന്നു. നിന്റെ ശരീരം മണ്ണിലേക്ക് ചേർന്നു പോകുമെന്നാൽ ആത്മാവ് മാത്രം മരിക്കുകയില്ല. ആത്മാവിന് മരണമില്ല. അതുകൊണ്ട് യേശുക്രിസ്തു വന്നത് ഇന്നുകൊണ്ട് നാളെ മാഞ്ഞു പോകുന്ന ശരീരത്തിന് സൗഖ്യം കൊടുക്കാനല്ല, നിത്യവും നിലനിൽക്കുന്നതായ ആത്മാവ് നരകത്തിലേക്ക് പോകാതെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ അന്നുണ്ടായിരുന്നതായ ജനങ്ങൾ യേശുവിൻ്റെ അരികിൽ വന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശാരീരികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം വന്നു. കാൽവരി സഭയെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് ശാരീരികമായുള്ള അനുഗ്രഹത്തെക്കാൾ ആത്മസംബന്ധമായ അനുഗ്രഹമാണ് അത്യാവശ്യം. ആത്മാവിൻ്റെ ഫലങ്ങളുള്ളതായ ജീവിതമാണ് അത്യാവശ്യം. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹം. ഇന്ന് മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് സ്നേഹമാണ്. മനുഷ്യന് വേണ്ടിയിരിക്കുന്നത് എന്താണ്? സന്തോഷം. മനുഷ്യന് വേണ്ടത് എന്താണ്? സമാധാനം. മനുഷ്യന് വേണ്ടത് എന്താണ്? ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇന്ദ്രിയജയം എന്ന് പറയുമ്പോൾ സെൽഫ് കൺട്രോൾ. ഇതാണ് മനുഷ്യന് വേണ്ടത്. മനുഷ്യന് വേണ്ടിയിരിക്കുന്ന അതിശ്രേഷ്ഠമായ കാര്യങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, സ്നേഹത്തെ പണയം വെച്ച്, സന്തോഷത്തെ പണയം വെച്ച്, സമാധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, ദയയെ ഇല്ലാതാക്കിക്കൊണ്ട്, വിശ്വസ്തതയെ മാറ്റിവെച്ചുകൊണ്ട്, പരോപകാരത്തെ മാറ്റിവെച്ചുകൊണ്ട്, ഇന്ദ്രിയജയത്തെ മാറ്റിവെച്ചുകൊണ്ട്, പണം 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 എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യ കാര്യങ്ങൾ ചെയ്താൽ അവനെന്തുണ്ടാകുന്നു? രോഗമുണ്ടാകുന്നു, അശാന്തി ഉണ്ടാകുന്നു, അസമാധാനവും അസൂയയും അതൃപ്തിയും അനീതിയും അധർമ്മവും അന്യായവും ഇവയെല്ലാം ഉണ്ടാകാനിടയാകുന്നു. ഇന്ന് പലരുടെയും ജീവിതത്തിൽ അതാണ് കാണുന്നത്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നീ എന്താണ് ആശിക്കേണ്ടത്? കർത്താവേ, നിന്നെപ്പോലെ ജീവിക്കുന്ന ഒരു ജീവിതം എനിക്ക് നീ നൽകണമേ. നിന്നെപ്പോലെ സ്നേഹിക്കുന്ന ഒരു ജീവിതം എനിക്ക് തരണമേ. നിന്നെപ്പോലെ ക്ഷമിക്കാൻ കഴിയുന്ന സ്വഭാവം നൽകണമേ. നീ നൽകുന്നതായ സ്നേഹവും സന്തോഷവും സമാധാനവും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും താഴ്മയും എളിമയുമൊക്കെ എനിക്ക് നൽകണമേ ദൈവമേ. അതാണ് നീ ആശിക്കേണ്ടത്. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കുക. അതോടുകൂടി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അവയെല്ലാം നിങ്ങളെ പിന്തുടർന്നു വരും. എങ്ങനെയാണ് വരുന്നത്? നിങ്ങളെ പിന്തുടരും. നിങ്ങൾ ആദ്യം എന്നെ അന്വേഷിപ്പിൻ. എൻ്റെ മക്കളായിട്ട് ജീവിക്കുക. എന്നെപ്പോലെ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് 4:42. നേരം വെളുത്തപ്പോൾ എന്താണ് കാണുന്നത്? നേരം വെളുത്തു. ശരി, എന്തുകൊണ്ടാണ് പ്രഭാതമായപ്പോൾ എന്ന് എഴുതേണ്ടി വന്നിരിക്കുന്നത്? നേരം വെളുത്തതിന് ശേഷം ഇങ്ങനെ എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്?
ഇന്നലെ രാത്രി എന്തോ സംഭവിച്ചു, അതുകൊണ്ടാണ് നേരം വെളുത്തപ്പോൾ എന്ന് എഴുതിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം എന്തോ സംഭവിച്ചു, അതുകൊണ്ടാണ് നേരം വെളുത്തപ്പോൾ എന്ന് എഴുതിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. 40-ാമത്തെ വാക്യം. സൂര്യൻ അസ്തമിക്കുമ്പോൾ, അതായത് വൈകുന്നേരം, നാനാവ്യാധികൾ പിടിച്ച ദീനക്കാരുള്ളവർ ഒക്കെയും അവരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തൻ്റെയും എന്താണ് കാണുന്നത്? അവൻ ഓരോരുത്തൻ്റെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. യേശുക്രിസ്തു അവരുടെ മേൽ, അവരുടെ തലമേൽ കൈകൾ വെച്ചു, ശരീരത്തിലല്ല. ഇന്ന് പലരും ഉപദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എവിടെയാണോ രോഗം അവിടെ കൈകൾ വയ്ക്കാൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ വിഷമം വരും. ഓരോരുത്തർക്കും ഓരോരോ രോഗമായിരിക്കുമുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ച രോഗങ്ങൾ പുരുഷന്മാർക്കുണ്ട്, സ്ത്രീകളെ സംബന്ധിച്ച ചില രോഗങ്ങൾ സ്ത്രീകൾക്കുണ്ട്. പലതരത്തിലുള്ളതായ രോഗങ്ങൾ പല പല ശരീരഭാഗങ്ങളിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് രോഗമുള്ള ഭാഗത്ത് കൈവയ്ക്കാൻ പറയുമ്പോൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് കൈവയ്ക്കണമോ? എന്താണിത്? എന്തൊരു ഉപദേശമാണിത്? ഇതെവിടെ നിന്ന് വന്നതാണെന്നറിയാമോ? നയമാൻ്റെ അരികിൽ നിന്ന് വന്നതാണ്. നയമാൻ എലീശയുടെ അരികിലേക്ക് വരുന്നു. എലീശയുടെ അരികിൽ വന്നിട്ട്, കുഷ്ഠരോഗിയായതുകൊണ്ട് എവിടെയൊക്കെയാണോ എനിക്ക് കുഷ്ഠമുള്ളത് അവിടെ എലീശ കൈകൾ വയ്ക്കും, കൈകൾ വെച്ച് തലോടും, കൈവച്ച് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സിറിയാദേശത്തിലുണ്ടായിരുന്നതായ അന്യ സമ്പ്രദായം, എവിടെയാണോ രോഗമുള്ളത് അവിടെ കൈകൾ വയ്ക്കുന്നു. അങ്ങനെ ആ ദേശത്തു നിന്നും നയമാൻ എന്നതായ കുഷ്ഠരോഗി കടന്നു വന്നിട്ട് അവൻ കൊണ്ടുവന്ന രീതിയാണത്. അതായത് എവിടെയാണോ രോഗമുള്ളത് അവിടെ കൈകൾ വയ്ക്കുന്നു. അവൻ കൊണ്ടുവന്നതായ അന്യ സമ്പ്രദായത്തെ ഇന്ന് ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, ഇന്ന് സഭകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്താണിത്? കഴിഞ്ഞ ദിവസം ഒരു സഹോദരി കടന്നു വന്നു, അല്പം പ്രായമുള്ള സഹോദരി, 10-55 വയസ്സുണ്ടായിരിക്കും. പാവം, അവർ കടന്നു വന്ന് പറയുകയാണ്, സാരിത്തുമ്പ് മാറ്റിയിട്ട് ദേവദാസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ചെസ്റ്റ് പെയിൻ ആണെന്ന് പറയുന്നു. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, സഹോദരി, ആദ്യം നിങ്ങൾ സാരി നേരെ ഇടുക. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞെന്നറിയാമോ? ഏതെങ്കിലും ഒരു ദുഷ്ടൻ അങ്ങനെ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നിരിക്കാം. എവിടെയാണ് ചെസ്റ്റുമേൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കാം. ഇങ്ങനെയുള്ള പാപികളെ എൻകറേജ് ചെയ്യരുത്. വയറിന്മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്, ശരീരത്തിൽ എവിടെയാണോ രോഗമുള്ളത് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്, ഇത് ബൈബിളിൽ എവിടെ എഴുതിയിരിക്കുന്നു? എവിടെയാണോ രോഗമുള്ളത് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്. നമ്മൾ ആരെങ്കിലും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എവിടെ കൈവച്ചാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത്? ഉറക്കെ പറയുക, കോമൺ സെൻസ്. അതൊരു കോമൺ സെൻസ്. മനുഷ്യന് വേണ്ടത് ആരോഗ്യമാണ്, അതവന് അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ എവിടെ കൈവച്ച് പ്രാർത്ഥിക്കണം? തലയിൽ. അല്ലാതെ എവിടെയെങ്കിലും കൈവച്ച് പ്രാർത്ഥിക്കുന്നത് പിശാചിന്റെ ദുരാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെടുന്നതായ ആളുകൾ ചെയ്യുന്ന പണിയാണ്. യേശുക്രിസ്തു അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥന ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ രോഗത്തോടെ ദുഃഖത്തോടെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ അതിനുവേണ്ടി അവൻ കൈവച്ച്, അതായത് അവരുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ സൗഖ്യമാക്കി. എൻ്റെ കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ശരീരം അവൻ സൃഷ്ടിച്ചതാണ്. ഈ ശരീരം അവൻ സൃഷ്ടിച്ചതായിരിക്കുന്നത് കൊണ്ട് അവനൊന്ന് ടച്ച് ചെയ്താൽ മതി, ശരീരത്തിന് എന്തു പറ്റും? സൗഖ്യമാകും. ചിലർക്ക് അവരുടെ ഡോക്ടർമേൽ വലിയ വിശ്വാസമാണ്. നിങ്ങൾക്കറിയാമോ, ഇന്നൊരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ അരികിൽ ചെല്ലുകയാണെങ്കിൽ എൻ്റെ ശരീരത്തൊന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം ലഭിക്കും. ഇല്ലെങ്കിൽ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടർ എന്തു ചെയ്യുമെന്നറിയാമോ? ആ ഡോക്ടർ, എന്നെയും വളർത്തിക്കൊണ്ട് വന്നത് ചെറുപ്പത്തിലൊരു ഡോക്ടറായിരുന്നു. അവരുടെ പേര് കല്യാണി എന്നാണ്. സാധാരണമായിട്ട് അവരെക്കുറിച്ച് അവരുടെ ചുറ്റുമുള്ളതായ ആൾക്കാർ, ഗ്രാമത്തിലുള്ളതായ ആളുകൾ പറയുന്നത്, ആ ഡോക്ടറമ്മയുടെ അടുത്ത് ചെന്നാൽ മതി, അവരൊന്ന് കൈവച്ചാൽ മതി, സൗഖ്യം കിട്ടും. അതാണ് അവരുടെ വിശ്വാസം. എൻ്റെ കർത്താവ് ടച്ച് ചെയ്താൽ മതി, ശരീരത്തിലുണ്ടായിരിക്കുന്ന രോഗത്തിന് ഭേദം വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, അവനാണല്ലോ ഈ ശരീരത്തെ സൃഷ്ടിച്ചത്. പ്രിയ സഹോദരീ സഹോദര, അന്ന് യേശു കർത്താവ് തൻ്റെ അരികിൽ രോഗത്തോടു കൂടി വന്നവരെ ടച്ച് ചെയ്തു. അതായത് അവരുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടി. പനിയെ ശാസിച്ചപ്പോൾ പനി മാറിപ്പോയി. രോഗത്തെ ശാസിച്ചപ്പോൾ രോഗം പോയി. അവൻ ടച്ച് ചെയ്താൽ ആ ശരീരത്തിലുണ്ടായിരിക്കുന്ന രോഗത്തിന് അവൻ്റെ സ്പർശനശക്തി താങ്ങുവാൻ കഴിയാതെ വിട്ടുമാറുമായിരുന്നു. ശരി, 42-ാം വാക്യം. ഇപ്പോഴെന്ത് കാണുന്നു? നേരം വെളുത്തതിന് ശേഷം, പ്രഭാതമായതിനു ശേഷം, അതായത് ഇന്നലെ വൈകുന്നേരത്ത് യേശു കർത്താവ് സൗഖ്യം കൊടുത്തു, അത്ഭുതം ചെയ്തു. എന്നാൽ നേരം വെളുത്തപ്പോൾ സംഭവിച്ചത് എന്താണ്? നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ടു,
ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. 41 വാക്യം. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ട് പോയി. താൻ ക്രിസ്തുവെന്ന് അവ അറിയുക കൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. അവയെ ശാസിക്കാനിടയായി. ഭൂതങ്ങൾ എന്താണ് പറയുന്നത്? ഇവൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇവൻ ആരാണെന്നറിയാമോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇവൻ മറ്റാരുമല്ല. ഇവൻ ആരാണ്? സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തുവാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആളുകളാണെങ്കിൽ ഒന്നുകൂടെ പറ. മൈക്ക് കൊടുത്തിട്ട് ഞാൻ ആരെന്ന് ഒന്നുകൂടെ പറയൂ. ഞാൻ ആരാണെന്ന് ഒന്നുകൂടെ പറയുക. മൈക്ക് കൊടുത്തിട്ട് പറയിപ്പിക്കും ഭൂതത്തിനെ കൊണ്ട്. ആ ഭൂതം പറയണം, നിങ്ങൾ വലിയൊരു ദൈവദാസനാണ്, വലിയ ദൈവദാസനാണ്, ദൈവം തിരഞ്ഞെടുത്ത ദാസനാണ്. ഒന്നുകൂടെ പറ. അവിടെ നോക്കുമ്പോൾ യേശു കർത്താവ് ഭൂതം ബാധിച്ചതായ ആളുകൾ, അവിടെ ഭൂതം അവരുടെ സ്വസ്ഥത കെടുത്തിയപ്പോൾ അവയെ മിണ്ടാതെ ശാസിക്കാനിടയായി. ഇപ്പോൾ ഭൂതം ബാധിച്ച ആളുകൾക്ക് മൈക്ക് കൊടുത്ത് സംസാരിപ്പിക്കുകയാണ്. ഏതാണ് വചനപ്രകാരമുള്ള ദൈവവേല? ഒരു നിമിഷം ചിന്തിക്കുക. ഭൂതങ്ങൾ സംസാരിക്കാൻ യേശു കർത്താവ് ആഗ്രഹിച്ചില്ല. കാരണം അവനുണ്ടായിരിക്കുമ്പോൾ എന്തിനാണ് ഭൂതം സംസാരിക്കുന്നത്? സംസാരിക്കാൻ അനുവദിച്ചില്ല, മിണ്ടാൻ അനുവദിച്ചില്ല. ഇതാണ് കർത്താവിൻ്റെ വേല. ഈ കാലത്തെ ദൈവവേല പലതും എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഏതാണ് വചനപ്രകാരമുള്ളതെന്നും ഏതാണ് അന്യസമ്പ്രദായങ്ങൾ നിറഞ്ഞിരിക്കുന്നതായ ശുശ്രൂഷാ രീതിയെന്നും സഭയെ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. 42 വാക്യം. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞു അവൻ്റെ അരികത്ത് വന്നു. തങ്ങളെ വിട്ടുപോകാതിരിപ്പാൻ അവനെ തടുത്തു. നേരം വെളുത്തപ്പോൾ ജനസമൂഹം കടന്നു വരികയാണ്. വന്നിട്ട്, കർത്താവേ, നീ ഞങ്ങളെ വിട്ടുപോകുവാൻ പാടില്ല. എന്തുകൊണ്ടാണ്? അവന് തലവേദനയുണ്ട്, ഒരുവിന് പനിയാണ്, ഒരുവിന് കാലുവേദനയാണ്, ഇവന് കൈവേദനയാണ്. ഇവരെല്ലാവരെയും സൗഖ്യമാക്കിയതിന് ശേഷമേ ഇവിടെ നിന്ന് പോകുവാൻ പാടുള്ളൂ. അതല്ലേ രാത്രിയിൽ സംഭവിച്ചത്? രാത്രിയിൽ എന്ത് സംഭവിച്ചു? സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ ദിവസമായിരുന്നു. കർത്താവ് സൗഖ്യം കൊടുത്തു. അടുത്ത ദിവസം യേശു കർത്താവ് പോകാൻ തുടങ്ങുന്ന സമയത്ത്, നിൽക്കൂ നിൽക്കൂ നിൽക്കൂ, ഇപ്പോൾ പോവുകയാണോ? ഇനിയും സൗഖ്യം നേടേണ്ട ആളുകൾ, രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതായ ആളുകൾ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ലൈനിൽ നിൽക്കുകയാണ്. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നിൽക്കൂ. അപ്പോൾ യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? നോക്കൂ, എന്താണ് പറയുന്നത്? പുരുഷാരം അവനെ തിരഞ്ഞു അവൻ്റെ അരികത്ത് വന്നു. തങ്ങളെ വിട്ടുപോകാതിരിപ്പാൻ അവനെ തടുത്തു. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടത് ആകുന്നു. ഇതിനായിട്ടാണല്ലോ എന്നെ അയച്ചിരിക്കുന്നത്. യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ കാരണം എന്താണ്? പറയുക. സൗഖ്യപ്പെടുത്താനാണോ? അല്ല. പിന്നെയോ? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനാണ്. നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാനായിട്ടാണ്. അതേ സമയത്ത് താൻ ദൈവമാകൊണ്ട് താൻ സൃഷ്ടിച്ചതായ മനുഷ്യനിൽ ബലഹീനതകൾ ഉണ്ടായിരിക്കുമ്പോൾ കരുണ കാട്ടി അവർക്ക് സൗഖ്യം കൊടുത്തു. എന്നാൽ സൗഖ്യം കൊടുക്കുന്നത് മാത്രമാണ് അവൻ്റെ ശുശ്രൂഷ എന്ന് വിചാരിക്കാൻ പാടില്ല. അവൻ്റെ ശുശ്രൂഷ വചനം അറിയിക്കുന്ന ശുശ്രൂഷയാണ്. ആദിയിൽ സൗഖ്യമുണ്ടായിരുന്നു, ആദിയിൽ അന്യഭാഷയുണ്ടായിരുന്നു, ആദിയിൽ പ്രവചനമുണ്ടായിരുന്നു, ആദിയിൽ അത്ഭുതങ്ങളുണ്ടായിരുന്നു എന്നൊന്നും ബൈബിളിൽ കാണുന്നില്ല. ആദിയിൽ പറയുക, വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. ആ വചനമാണ് കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ നടുവിൽ സഞ്ചരിച്ചത്. ആ വചനമാണ് കർത്താവായ യേശുക്രിസ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശാരീരികമായുള്ള രോഗങ്ങൾക്ക് കർത്താവ് സൗഖ്യം തരും, അതിൽ യാതൊരു സംശയവും ഇല്ല. എന്നാൽ നീ ഒന്നാമതായിട്ട് ഒരു ആത്മീയനായിട്ട് ജീവിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നീ രക്ഷിക്കപ്പെടണം. നിനക്ക് വയറുവേദനയുണ്ടായി, നീ പ്രാർത്ഥിക്കാൻ പറയുന്നു, പ്രാർത്ഥന ചെയ്തു, നിന്റെ വയറുവേദന പോയി. നാളെ ചെന്ന് അനാവശ്യമായി വാരി വലിച്ചെന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ വയറുവേദന ഉണ്ടാകുമോ? ഇല്ലയോ? പറയുക. ഉണ്ടാകും.
നിനക്ക് വലിയ ചുമയായിരുന്നു, ചുമയുണ്ടാകാനിടയായി. ദേവദാസ പ്രാർത്ഥിക്കണം, പനിയും ചുമയുമായിട്ട് ഭാരപ്പെടുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സൗഖ്യം കൊടുത്തു. നീ അടുത്ത ദിവസം മഴയിൽ നനഞ്ഞ് കുളിച്ചിട്ട് പോയി ഐസ്ക്രീമൊക്കെ വലിച്ച് തിന്നാൽ രാവിലെയാകുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ശ്വാസം കിട്ടുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല, അയ്യോ ശ്വാസം കിട്ടുന്നില്ല. എന്താണ്? വീണ്ടും പനിക്കാനിടയായി. പനി എങ്ങനെയാണ് ഉണ്ടായത്? തിന്നാൻ പാടില്ലാത്ത തിന്നതുകൊണ്ട്, മഴയിൽ നനഞ്ഞതുകൊണ്ട്. അപ്പോൾ ജലദോഷമുണ്ടായി, പനി പിടിക്കാനിടയായി, വീണ്ടും രോഗമുണ്ടായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നീ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം നീ കഴിക്കുന്ന ആഹാരത്തിലും നീ കുടിക്കുന്നതായ വെള്ളത്തിലും നിന്റെ ആരോഗ്യം ആശ്രയിച്ചിരിക്കുന്നു. എത്ര വലിയ ദൈവദാസൻ കടന്നുവന്ന് വലിയ സൗഖ്യത്തിൻ്റെ പ്രാർത്ഥന ചെയ്താലും, ആ സമയത്ത് സൗഖ്യം ലഭിച്ചാലും ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്തം ആരുടെ കയ്യിലാണുള്ളത്? നിന്റെ കൈകളിലാണുള്ളത്. നമ്മളാണെങ്കിൽ ആരോഗ്യകാര്യം ഒന്നും തന്നെ നോക്കുകയില്ല. ഓരോ ദിവസവും 10 കിലോമീറ്റർ നടന്നാൽ നമ്മുടെ ആരോഗ്യം ശ്രേഷ്ഠമായിരിക്കുമെന്ന് പറയും. എന്നാൽ നമ്മളത് ശ്രദ്ധിക്കുമോ? ദിവസം എത്ര കിലോമീറ്ററാണ് നടക്കേണ്ടത്? 10 കിലോമീറ്റർ നടന്നാൽ നല്ല ആരോഗ്യവാനായിരിക്കുമെന്ന് പറയുന്നു. ചോദിക്കട്ടെ പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ആരോഗ്യകാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടോ? നമ്മൾ നോക്കുന്നില്ല. അതുകൊണ്ട് രോഗങ്ങൾ വരുന്നു. രോഗമുണ്ടാകുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിനക്ക് സൗഖ്യം തരും. വീണ്ടും നീ ചെന്നിട്ട് ആരോഗ്യകാര്യങ്ങൾ നോക്കാതിരുന്നാൽ രോഗങ്ങളുണ്ടാകും. ഇങ്ങനെ രോഗങ്ങൾ വന്നും പോയും ഒരു ദിവസം നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. എവിടേക്കാണ്? കല്ലറയിലേക്ക് കൊണ്ടുപോകും. എന്നാൽ വിചിത്രം എന്താണെന്ന് വെച്ചാൽ, മണ്ണിൽ നിന്ന് വന്ന ശരീരം അവസാനം അത് മണ്ണിലേക്ക് തന്നെ പോകും. 70, 80, 90 വയസ്സാകുമ്പോൾ മരിക്കും. എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് വന്നിരിക്കുന്ന ആത്മാവത് എവിടേക്കാണ് പോകേണ്ടത്? ദൈവത്തിൻ്റെ അരികിലേക്ക് തന്നെ പോകണം. ആ ദൈവത്തിൻ്റെ അരികിലേക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നീ ഭൂമിയിലായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയില്ല എങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് പോകുവാൻ കഴിയില്ല. നിനക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നീ ഭൂമിയിൽ വെച്ച് ക്രിസ്തുവിനെ കണ്ടുമുട്ടണം, ക്രിസ്തുവിനെ സ്വീകരിക്കണം, ക്രിസ്തു നൽകുന്നതായ രക്ഷ കൈക്കൊള്ളണം. നിനക്ക് സ്വയമായി സ്വർഗത്തിലേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവന്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ കാരണം അറിയാമോ? നീ അവനെ കൈക്കൊള്ളുവാൻ, അവനെ നീ സ്വീകരിക്കുവാൻ, അവൻ നൽകുന്നതായ രക്ഷയെ കൈക്കൊള്ളുവാൻ, നീ മരിച്ചതിന് ശേഷം നിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകേണ്ടതിനു വേണ്ടി. ഇതാണ് കർത്താവിൻ്റെ ശ്രേഷ്ഠമായ ഉദ്ദേശം. അതുകൊണ്ടാണ് ലോകത്തിലേക്ക് വന്നത്. അന്ന് രാത്രി കുറെ പേർക്ക് സൗഖ്യം കൊടുത്തുവെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം സൗഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടേക്ക് കടന്നു വന്നു. അപ്പോൾ യേശുക്രിസ്തു ലൈനിൽ നിർത്തുക എന്ന് പറഞ്ഞ് നിർത്തിയോ? നിർത്തിയില്ല. എന്താണ് പറഞ്ഞത്? അവർക്കെല്ലാവർക്കും സൗഖ്യം കൊടുക്കാനായിട്ട് ഞാനിവിടെ വീണ്ടും നിൽക്കണമോ? എൻ്റെ ശുശ്രൂഷ നിർത്തിവെക്കണമോ? നടക്കില്ല. എന്നെ അയച്ചിരിക്കുന്നതിൻ്റെ കാരണം, ഞാൻ വന്നതിൻ്റെ കാരണം എന്താണ്? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ വീണ്ടും എഴുതിയിരിക്കുന്നു, ഞാൻ അടുത്ത പട്ടണങ്ങളിൽ ചെന്ന് മറ്റ് പട്ടണങ്ങളിലും ചെന്ന് ഒരു പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് മതിയാകില്ല, എല്ലാ പട്ടണങ്ങളിലും ഞാൻ സുവിശേഷം പ്രസംഗിക്കണം. അതാണ് യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് കാൽവരി സ്വരം നിങ്ങൾ സ്പോൺസർ ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രമല്ല സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടത്, എല്ലാ സംസ്ഥാനങ്ങളിലും പ്രസംഗിക്കപ്പെടണം, എല്ലാ ഭാഷകളിലും സുവിശേഷം അറിയിക്കപ്പെടണം. ഇതാരുടെ ആഗ്രഹമാണ് പറയുക? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം. ഇതുതന്നെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 37-ാം വാക്യത്തിൽ, അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോവുക, ഇതിനായിട്ടാണല്ലോ ഞാൻ പുറപ്പെട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. മനസ്സിലായോ? യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതിൻ്റെ പ്രധാന കാരണം സുവിശേഷം അറിയിക്കാനാണ്. നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ തിരഞ്ഞ് രക്ഷിപ്പാനാണ്. സഹോദരാ, നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ശാരീരികമായ അനുഗ്രഹങ്ങൾ മാത്രമല്ലാതെ നിന്റെ ആത്മാവിനെ സംബന്ധിച്ചുള്ള അനുഗ്രഹത്തിനു വേണ്ടി നീ വരിക. അതാണ് നിനക്ക് അനുഗ്രഹം, അതാണ് നന്മ. അന്ന് ഗലീലയ സമുദ്രതീരത്ത് യേശു കർത്താവ് വചനം സംസാരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ വചനം സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഈ വചനം ഞങ്ങൾക്കെന്തിനാണ്? നിന്റെ ഉപദേശം ഞങ്ങൾക്കെന്തിന്? ഞങ്ങൾക്ക് രോഗങ്ങളുണ്ട്, അതിന് സൗഖ്യം തന്നാൽ മതി. അവനെന്ത് ചെയ്യും? അവൻ പിന്നെ പൊയ്ക്കൊള്ളട്ടെ. അതായത് കർത്താവ് കടന്നുവന്റെ ഉദ്ദേശം അവർക്ക് സൗഖ്യത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. അവർ വന്നത് യേശുക്രിസ്തു നൽകുന്നതായ സൗഖ്യത്തിന് വേണ്ടിയാണ് വന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സൗഖ്യം വേണമോ? സൗഖ്യം നൽകുന്ന ദൈവം വേണമോ? പറയുക.
ഉറക്കെ പറയുക. വരം വേണമോ? വരങ്ങൾ നൽകുന്ന ദൈവം വേണമോ? അവർക്ക് വരങ്ങൾ വേണം. ഇന്ന് അനേകം ആളുകൾക്കും വരങ്ങളാണ് വേണ്ടത്. ചില ദൈവദാസന്മാർ വരങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവവേല ചെയ്യുന്നു. ശരിയായതല്ല. ആ കാലത്തെ ജനം വരമാണ് ആഗ്രഹിക്കുന്നത്. വരം നൽകുന്ന ദൈവത്തെ അവർക്ക് വേണ്ട. അതുകൊണ്ട് അവനെന്ത് പറഞ്ഞു? അവരെ തടയുക. ഞാൻ പോയിട്ട് സുവിശേഷം അറിയിക്കണം, രക്ഷയുടെ സുവിശേഷം എനിക്കറിയിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രക്ഷയുടെ സുവിശേഷം അറിയിക്കേണ്ടതിനു വേണ്ടി ഗലീലയ സമുദ്രത്തിന്റെ തീരത്ത് വചനം സംസാരിക്കുമ്പോൾ അനേകം ആളുകൾ വന്നിട്ട് അവനെ തിക്കിത്തിരക്കുകയാണ്. എന്തിനാണ് തിക്കിത്തിരക്കുന്നത്? ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഞങ്ങൾക്കെന്തിനാണ്? ഞങ്ങൾക്ക് സൗഖ്യം ലഭിച്ചാൽ മതി, ഞങ്ങളുടെ ആവശ്യം നീ നിറവേറ്റിയാൽ മതി. മനുഷ്യന്റെ യഥാർത്ഥമായ ആവശ്യം അത് സൗഖ്യമല്ല, പിന്നെയോ രക്ഷയാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നീ സൗഖ്യം പ്രാപിച്ചാലും നാളെ നീ മരിച്ചാൽ നീ നരകത്തിലേക്ക് പോകും. എന്നാൽ ഇന്ന് നിനക്ക് സൗഖ്യം ലഭിച്ചില്ല എങ്കിലും യേശുക്രിസ്തു നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ മരിച്ചാൽ സ്വർഗത്തിലേക്ക് പോകും. പ്രിയ സഹോദര സഹോദരി, കേൾക്കുക. അന്ന് ധനവാനൊരു രോഗവുമില്ലായിരുന്നു, എന്നാൽ മരിച്ചപ്പോൾ നരകത്തിലേക്ക് പോയി. എന്നാൽ പാവം ലാസറിന് തന്റെ ശരീരം മുഴുവനും പറയുക വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ദരിദ്രനാണ്, കഴിക്കാൻ ആഹാരം പോലുമില്ലായിരുന്നു. അവനെക്കുറിച്ച് ദരിദ്രൻ എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ദരിദ്രനും ധനവാനും. ധനവാന് നല്ല ആരോഗ്യമുണ്ട്, സമൃദ്ധിയായി ആഹാരം കഴിച്ചു, സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞു, ഒരു രോഗവുമില്ല. തന്റെ സമയമായപ്പോൾ മരിച്ചുപോയി. എവിടേക്കാണ് പോയത്? നരകത്തിൽ ചെന്നിട്ട് അവിടെ കഷ്ടതയിൽ കിടന്നുകൊണ്ട്, പിതാവായ അബ്രഹാമേ, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല, ഈ നരകം അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഭൂമിയിലോ ആരോഗ്യം മോശമായി, ആഹാരം പോലും കഴിക്കാൻ വകയില്ലാതെ, ധരിക്കാൻ വസ്ത്രമില്ലാതെ കഷ്ടത അനുഭവിച്ച ആ ദരിദ്രൻ മരിച്ചുപോയപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിവന്ന്. ആരാണ് വന്നത്? ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിവന്നു അവനെ അബ്രഹാമിന്റെ മടിയിൽ ഇരുത്തേണ്ടതിനു വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഈ ഭൂമിയിലുണ്ടായിരിക്കുന്ന അല്പസമയത്തെ സുഖവും സന്തോഷവും സംതൃപ്തിയുമൊക്കെ, സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന അനുഭവം വേണമോ? അതോ ഇവിടെ കുറച്ച് കഷ്ടതയുണ്ടായാലും കുറച്ച് കണ്ണുനീരൊക്കെ ഉണ്ടായാലും ഇത് ശാശ്വതമല്ല. ശാശ്വതമായത് ഒന്നുണ്ട്, അത് ദൈവത്തിന്റെ രാജ്യമാണ്. അത് നിത്യമായുള്ളതായ രാജ്യമാണ്. ആ രാജ്യത്തിനു വേണ്ടി ഒരുക്കപ്പെടേണ്ടതാണോ പ്രധാനം? അതോ ഈ ഭൂമിയിൽ ഒരു രോഗവുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു കഷ്ടതയുമില്ലാതെ ഇവിടെ തന്നെ ജീവിച്ചേക്കാം, ഇതാണോ കറക്റ്റ്? നിങ്ങൾ പറയുക. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം. നമുക്ക് വേണ്ടത് വരങ്ങളല്ല, വരങ്ങൾ നൽകുന്ന ദൈവത്തെയാണ് വേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, 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 നീ എന്നോട് സംസാരിച്ചിരിക്കുന്നുവല്ലോ. യേശുവേ, നിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളിൽ സ്നേഹം കാണാനിടയാകണം, സന്തോഷം കാണാനിടയാകണം, സമാധാനം കാണാനിടയാകണം, ദീർഘക്ഷമ കാണാനിടയാകണം, ദയ കാണുവാനിടയാകണം, പരോപകാരം കാണാനിടയാകണം, സൗമ്യത കാണുവാനിടയാകണം, ഇന്ദ്രിയ ജയം കാണുവാനിടയാകണം. ഞങ്ങളിൽ കാപഠ്യം കാണുവാൻ പാടില്ല ദൈവമേ. ഞങ്ങളിൽ വ്യാജം കാണുവാൻ പാടില്ല ദൈവമേ. ജഡമോഹങ്ങളിൽ ഞങ്ങളിൽ കാണുവാൻ പാടില്ല ദൈവമേ. കർത്താവേ, ഞങ്ങളുടെ ശിരസ്സു മുതൽ പാദം വരെയും നിന്റെ ശക്തിയാൽ, നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, നീ ഞങ്ങളിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ളതായ സകല ആവശ്യങ്ങളും അത്ഭുതകരമായി നീ നിറവേറ്റുവാനിടയാകും. നീ നിറവേറ്റുന്നു, നിറവേറ്റാനിടയാകും. വിശ്വസിച്ച് നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രാണ ആത്മശരീരങ്ങളെ നിന്റെ കരത്തിൽ സമർപ്പിക്കുന്നു. രക്ഷകാ, ഞങ്ങളുടെ സഭയിൽ വലിയ ഉണർവിനെ നൽകണമേ. വചനത്തെ അനുസരിക്കുന്ന ജീവിതം നൽകണമേ. വാക്യവുമായി ചേർന്നു നിൽക്കുന്ന കുടുംബങ്ങളായി മാറ്റണമേ. വചനം കൊണ്ട് പോഷിപ്പിക്കപ്പെടുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണമെന്ന് ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.
Post box number 30, Kukatpalli, Hyderabad 72.